പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖല പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന ആവശ്യമുന്നയിച്ച് ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖല സംരക്ഷണ കമ്മിറ്റി. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് ലൈസൻസ് പുതുക്കി നൽകുക, വാടക സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖലാ സംരക്ഷണ കമ്മിറ്റി ഉന്നയിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോർപ്പറേഷൻ UDF കൗൺസിൽ പാർട്ടി ലീഡർ SV സെയ്ദ് മുഹമ്മദ് ഷമീൽ ഉദ്ഘാടനം ചെയ്തു. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ച ചില ആളുകളൊക്കെ പറയുന്നത് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങള് മനുഷ്യത്വമുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അവിടെ ഒരു 10 ലോറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് പാളയത്ത് റോഡിന്റെ വീതി നമുക്കറിയാം. അവിടെ തന്നെ രാവിലെ ഗതാഗത കുരുക്കാണ്. അതിനേക്കാൾ വീതി കുറഞ്ഞ റോഡുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പുതിയൊരു മാർക്കറ്റ് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊള്ളണം എന്ന രാജാവിന്റെ ആജ്ഞ നമ്മൾ അനുസരിക്കാൻ തൊഴിലാളികളും കച്ചവടക്കാരും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സമരമാണ് ഇവിടെ നടക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ AT അബ്ദു, കൗൺസിലർ KP അനിൽകുമാർ, INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ്, AITUC ജില്ലാ പ്രസിഡന്റ് EC സതീശൻ, STU ദേശീയ വൈസ് പ്രസിഡന്റ് PM ഹനീഫ, കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ, MP സലീം, രാജേഷ് N, മുഹമ്മദ് നദീർ, നാസർ M, മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ